ഇന്ത്യയിലെ കായിക പ്രേമികളെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ചില വാർത്തകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കായിക പ്രേമികളെ തീരാ ദുഃഖത്തിലാക്കിയിട്ടുണ്ട് എന്നത് പരമമായ യാഥാർത്ഥ്യമാണ്. ലോക കായിക ഭൂപടത്തിൽ ഇന്ത്യയിലെ ഗുസ്തി താരങ്ങൾക്കുള്ള സ്ഥാനം ആർക്കും നിഷേധിക്കാവുന്നതല്ല. ഒളിമ്പിക്സിലാകട്ടെ, കോമൺവെൽത്ത് ഗെയിംസിലാകട്ടെ, ഏഷ്യൻ ഗെയിംസിലാകട്ടെ വളരെ പ്രശംസനീയമായ രീതിയിൽ പ്രകടനം നടത്തിയിട്ടുള്ള കായിക താരങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ആ കാര്യത്തിൽ ലോക ഭൂപടത്തിൽ അഭിമാനത്തോടുകൂടെ തലയുയർത്തി നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് എല്ലാ കായിക പ്രേമികളെയും ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ ഗുസ്തി ഫെഡറേഷനിലെ അംഗങ്ങൾക്കുണ്ടായ ദുരന്തങ്ങളുടെ ഒരു പട്ടിക കഴിഞ്ഞ കുറേ നാളുകളായി അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു BJP MP കൂടിയായിട്ടുള്ള ബ്രിജ് ഭൂഷൺ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വളരെ ഗുരുതരമായ ആക്ഷേപം പുറത്തു വന്നിട്ട് നാളുകൾ ഏറെയായി. ബന്ധപ്പെട്ട ആളുകളെ എല്ലാം ഈ വിവരം ഗുസ്തി താരങ്ങൾ ഏക മനസ്സോടുകൂടെ അറിയിച്ചിട്ടും അധികാരത്തിലിരിക്കുന്ന ആളുകൾ വളരെ നിസ്സാരവൽക്കരിച്ച് അവരുടെ പരാതികൾ അവഗണിക്കുകയുണ്ടായി. ഇത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിലും കായിക വകുപ്പിൻ്റെ ചുമതലയുള്ള അനുരാജ് ഠാക്കൂർ എന്ന സ്റ്റേറ്റ് മന്ത്രിയുടെ ശ്രദ്ധയിലുമൊക്കെ പെടുത്തി അവർ ഈ കാര്യത്തിൽ ഇടപെട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയില്ല എന്നും ഈ കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സത്വരമായ പരിഹാരം ഉണ്ടാക്കുമെന്നും അവർക്ക് ഉറപ്പ് നൽകിയതാണ്. നാം എല്ലാവരും കണ്ടതാണ്. ഈ കായിക താരങ്ങൾ ദിവസങ്ങളോളം പൊരി വെയിലത്തും വിറങ്ങലിക്കുന്ന തണുപ്പിലുമൊക്കെ തെരുവിൽ കിടന്നുകൊണ്ട് അവരുടെ ദുഃഖം പങ്കുവയ്ക്കുന്നതും അവരുടെ ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, 19 ദേശീയ ഗുസ്തി താരങ്ങൾ നൽകിയ പരാതികൾ യാതൊരു തരത്തിലും പരിഹരിക്കപ്പെടാതെ ഇപ്പോഴും അവശേഷിക്കുകയാണ്. മന്ത്രി അവർക്ക് നേരിട്ട് നൽകിയ ഉറപ്പുകൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല. അവർ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് കാര്യമായ യാതൊരു അന്വേഷണവും നടത്തുന്നില്ല. അതിൻ്റെ പ്രധാനമായ കാരണം ഈ ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ BJP MPയുടെ പാർട്ടിയിലുള്ള സ്വാധീനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉത്തർപ്രദേശിലെ വളരെയധികം കായിക സാമ്പത്തിക ബലമുള്ള കരുത്തുള്ള BJPക്ക് ഒരു കാലവും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഈ ബ്രിജ് ഭൂഷൺ എന്നത് കാര്യത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു. തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബ്രിജ് ഭൂഷന്റെ സാന്നിധ്യം BJPക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു പൊതു തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ നിൽക്കുമ്പോൾ ഈ ബ്രിജ് ഭൂഷണെതിരായി ചെറുവിരൽ അനക്കാൻ പോലും BJP നേതൃത്വത്തിന്, എന്തിനു പറയട്ടെ പ്രധാനമന്ത്രിക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ദുസ്ഥിതി. അതിൻ്റെ പ്രതിഷേധം എന്നോണം ഇവരുടെ പരാതികൾ ഒരു തരത്തിലും പരിഹരിക്കപ്പെടാതെ വീണ്ടും ബ്രിജ് ഭൂഷൺ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചില പിണിയാളുകളുടെയും വലയത്തിൽ ഈ ദേശീയ ഗുസ്തി ഫെഡറേഷൻ വീണ്ടും കൊണ്ടുവന്നതിൻ്റെ ഫലമായി പത്മശ്രീ പുരസ്കാരം പോലും ബജ്റംഗ് പുനിയ എന്ന് പറയുന്ന ആഗോള പ്രശസ്തിയുള്ള ഗുസ്തി താരം ഡൽഹിയിലെ തെരുവീഥിയിൽ ഉപേക്ഷിച്ച ആ ഒരു രംഗം മുഴുവൻ കായിക പ്രേമികളെയും അല്ലാത്തവരെയും തീരാ ദുഃഖത്തിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എന്നോടൊപ്പം
കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്കുണ്ടായ വേദന നിസ്സംഗമായി കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല. എനിക്ക് അതുകൊണ്ട് ലഭിക്കുന്ന ഒരാദരവിനും ഞാൻ ആ വില കൊടുക്കുന്നില്ല. എന്നോടൊപ്പം കായിക താരങ്ങളായി പ്രവർത്തിച്ച് ദേശ മത്സരങ്ങളിലും അന്തർദേശീയ മത്സരങ്ങളും ദേശത്തിൻ്റെ കൊടി പാറിച്ചവരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ എനിക്ക് ഈ ബഹുമതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയെ അത് തിരിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രധാനമന്ത്രിയെ കാണുവാൻ സുരക്ഷാ ചുമതലയുള്ള ആളുകൾ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഈ പറയുന്ന പുരസ്കാരം ഡൽഹിയിലെ തെരുവീഥിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലെ വാർത്ത. അതോടൊപ്പം അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് സാക്ഷി മാലിക് എന്ന് പറയുന്ന വനിതാ താരം കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് എന്നേക്കുമായി തൻ്റെ ബൂട്ട് അഴിച്ചു മാറ്റി ഞാൻ ഈ രംഗത്ത് നിന്ന് വിട പറയുക എന്ന് പറഞ്ഞ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗം. ഇതെല്ലാം കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അന്ധത പാലിച്ചുകൊണ്ട് ബഹുമാന്യനായ പ്രധാനമന്ത്രിയും കായിക വകുപ്പിൻ്റെ ചുമതലയുള്ള അനുരാഗ് ഠാക്കൂറുമൊക്കെ രാഷ്ട്രീയത്തിലുള്ള ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ വേദനിക്കുന്ന കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരാത്തത് അത്യന്തം അപലപനീയമാണ്, സങ്കടകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഏതായാലും ജനങ്ങൾ ഈ കായിക താരങ്ങളോടൊപ്പമാണ്. ഈ ഇന്ത്യൻ രാഷ്ട്രം മുഴുവൻ ഈ കായിക താരങ്ങളോടൊപ്പമാണ്. ലൈംഗിക അപവാദത്തിന് പോലും ഇവിടെ വില കൊടുക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങളെ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ ധാർമ്മികമായ അധപ്പതനം ഈ അധികാരികൾക്കുണ്ടായത് അത്യന്തം ദുഃഖകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ സാക്ഷി മാലിക്കിൻ്റെ കരഞ്ഞുകൊണ്ടുള്ള കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ടുള്ള രംഗത്തുനിന്നുള്ള വിട പറയൽ എല്ലാവരെയും ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുതന്നെയാണ് ഈ പത്മശ്രീ പുരസ്കാരം തെരുവിലുപേക്ഷിച്ച ബജ്രംഗ് പുനിയയുടെ നടപടിയും മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ. എവിടേക്കാണ് ഇന്ത്യൻ കായിക ലോകം പോകുന്നത്? ഈ തരം നരാധവന്മാരെ വെച്ചുകൊണ്ടാണോ കായിക മേഖല പ്രവർത്തിക്കേണ്ടത്? കായിക സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് ഈ തരത്തിൽ കായിക താരങ്ങളായ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ആളുകളെ കൊണ്ടാണോ ഈ രംഗം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇവരുടെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സദാചാര ബോധം എവിടെ പോയി? അവരുടെ ധാർമ്മിക ബോധം എവിടെ പോയി? 4 വോട്ട് കിട്ടാൻ വേണ്ടി പാവപ്പെട്ട കുട്ടികളുടെ മാനം പോലും സംരക്ഷിക്കാൻ തയ്യാറാത്ത ഈ അധികാരികൾക്ക് ഒരു നിമിഷം ഈ അധികാരസ്ഥാനത്തിരിക്കാൻ അവകാശമില്ല എന്ന് ഈ രാജ്യം വിളിച്ചു പറയുകയാണ്. ഈ പറയുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എങ്കിൽ ഇവരുടെ മുദ്രാവാക്യങ്ങളും ജൽപ്പനങ്ങളുമൊക്കെ അർത്ഥശൂന്യമായി തീരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞ ഈ പൊള്ളയായ മുദ്രാവാക്യങ്ങൾ തകർന്ന് തരിപ്പണമായി വീഴുകയാണ്. അർത്ഥശൂന്യമായ ഈ മുദ്രാവാക്യങ്ങൾ ആളുകൾ വലിച്ചു കീറി എറിയാൻ പോവുകയാണ്. നിങ്ങളുടെ സദാചാര ബോധം എവിടെ? ഇതാണോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം? പാവപ്പെട്ട പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി, പരാതി കൊടുക്കുന്നവരെ ഭയപ്പെടുത്തി പരാതിയിൽ നിന്ന് പിന്മാറ്റിക്കുവാൻ വരെ ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന കാപാലികൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാതെ പോകരുത്. ചില കുട്ടികൾ പ്രായപൂർത്തി പോലും ആകാത്തതായ ഒരു കായിക താരം ഈ പറയുന്ന ബ്രിജ്ഭൂഷന്റെ ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങി പരാതി പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടായി. 19 കായിക താരങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും പരാതി അവരെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ച ചരിത്രവും ഇതിൻ്റെ പുറകിലുണ്ട്. എവിടേക്കാണ് ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഈ പറയുന്ന മനുഷ്യാധമൻ ദേശീയ ഗുസ്തി ഫെഡറേഷനെ നയിക്കുന്നത്? ആർക്ക് ഗുണം ചെയ്യാനാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്? ഒരു പാർലമെന്റ് അംഗമായി എന്നതിൻ്റെ മറവിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് വരുന്നത് കായിക ലോകത്തിന് അപമാനമാണ്, ഇന്ത്യ മഹാരാജ്യത്തിന് അപമാനമാണ്. ഈ അപജയത്തിൽ നിന്ന്
കായിക പ്രേമികളെയും കായിക ലോകത്തെയും രക്ഷിക്കാനായി ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തയ്യാറാകുന്നില്ല എങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മനസ്സ് തകർന്നതായിട്ടുള്ള ഈ കായിക താരങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ എത്രയും പെട്ടെന്ന് ഉചിതമായ നടപടികൾ എടുക്കുകയും ഇവർ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുകയും ആരോപണ വിധേയരായവരെ ഈ രംഗത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ കോളിളക്കം ഈ കായിക രംഗത്തുണ്ടാകും എന്നതും സുനിശ്ചിതമാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടുക എന്നതുകൊണ്ട് കായിക താരങ്ങൾക്കുണ്ടായ മാനഹാനിയും അവരുടെ മേലുണ്ടായ ലൈംഗിക അതിക്രമങ്ങളും ആളുകൾ വിസ്മരിക്കുമെന്ന് കരുതുന്നെങ്കിൽ അങ്ങനെ കരുതുന്നവർ മൂഢസ്വർഗത്തിലായിരിക്കും എന്നതും വളരെ വ്യക്തമാണ്. എന്തായാലും ഈ കായിക താരങ്ങളുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഇന്ത്യയിലുണ്ട്. ഈ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയ ആദരവ് ലഭിച്ച ഒരു കായിക താരം തൻ്റെ ആദരവിൻ്റെ അടയാളം ഡൽഹിയിലെ തെരുവീതിയിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അപമാനകരമാണ്, ഖേദകരമാണ്, ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടുള്ളതല്ല. സാക്ഷി മാലിക്കിന്റെ പരാതിയും അതുപോലെ ലൈംഗിക അതിക്രമണത്തിന് വിധേയരായിട്ടുള്ള മറ്റ് കായിക താരങ്ങളുടെ പരാതിയും വേണ്ട രീതിയിൽ അന്വേഷിക്കാൻ ഉചിതമായ നടപടികളെടുത്ത് ഈ കായിക താരങ്ങളുടെ മാനം രക്ഷിക്കണം. ഇന്ത്യയെക്കുറിച്ചുണ്ടായിരിക്കുന്ന ഈ അവമതിപ്പ് ഇല്ലാതെയാക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ സജീവമായി രംഗത്ത് വരണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത അനുസരിച്ച് ബഹുമാനിയായ രാഷ്ട്രപതിയെ പോലും, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു വനിതാ രാഷ്ട്രപതിയെ പോലും ഈ കാര്യത്തിൽ ഇടപെടുത്താനായി പാർലമെന്റ് അംഗങ്ങൾ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആദരണീയയായ രാഷ്ട്രപതിയും ഈ കാര്യത്തിൽ ഒരു വനിത എന്ന രീതിയിൽ ഇടപെട്ട് ഈ പാവപ്പെട്ട കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിതാന്ത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും.